ഹലോ ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ അതെ. നമ്മൾ ലാസ്റ്റ് മോഡൽ വാലിഡേഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ കെ ഫോൾഡ് പറഞ്ഞിരുന്നു, സ്ട്രാറ്റിഫൈഡ് പറഞ്ഞിരുന്നു. ദെൻ ഒരു മെത്തേഡും കൂടി നമ്മൾ ബാക്കി വെച്ചിരുന്നു. ഓക്കെ, ഇതിൽ പ്രിന്റിങ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല തോന്നുന്നു. സ്ട്രാറ്റിഫൈഡ് സി വി കോളൻ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, നമ്മുടെ ആ ഒരു വേരിയബിളിൻ്റെ പേര്, ആ ഒരു സ്കോർ ഉള്ള SKF അണ്ടർസ്കോർ ഇത് കൊടുക്കുക, സ്കോർസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്താണ് പ്രിന്റ് ചെയ്യിപ്പിക്കണം. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഉള്ളിലായിട്ട് കുറച്ച് കൊടുക്കുക. നമ്മുടെ കണ്ടന്റ് എന്താണ്, ആവറേജ് സ്ട്രാറ്റിഫൈഡ് ആക്യുറസി കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം ഒരു സ്പേസ് നമ്മൾ ഫോർമാറ്റ് ഫോളോ ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്താലും നല്ലതാണ്. ദെൻ അത് കഴിഞ്ഞ ശേഷം എന്ത് കൊടുക്കുന്നുണ്ട്, SKF അണ്ടർസ്കോർ കോഴ്സ് ഡോട്ട് മീൻ ഫംഗ്ഷൻ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ ആവറേജ് സ്കോറൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ ആണ്. സോ അതും കൂടി കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. leave one out. Use validation. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ O എന്ന് പറയുന്ന വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ലീവ് വൺ ഔട്ട് എന്ന് പറയുന്ന മെത്തേഡ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്, നമുക്ക് അതിൻ്റെ സ്കോർ ചെക്ക് ചെയ്യണം. സോ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം, LO അണ്ടർസ്കോർ കൊടുക്കുന്നുണ്ട്, സ്കോർസ് ഈക്വൽസ് ക്രോസ് വാലിഡേഷൻ സ്കോർ. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ മോഡലിൻ്റെ പേര് മോഡൽ, ദെൻ കോമ x കോമ y കോമ CV ഈക്വൽസ് CV നമ്മുടെ ഇതിൻ്റെ എന്താണോ നമ്പർ വരുന്നത് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കുക. എന്താണ്, ലീവ് വൺ ഔട്ട് കൊടുക്കുക, സ്പേസ് ആക്യുറസി അതിൻ്റെ ആവറേജ് ആണ്. സോ അതിൻ്റെ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, ആവറേജ് എന്ന് കൊടുക്കുന്നുണ്ട്, കോളൻ ബ്രാക്കറ്റ്സ് കഴിഞ്ഞിട്ട് കോളൻ ഒരു സ്പേസ് ഇടുന്നുണ്ട്, കോമ എന്ത് കൊടുക്കുക, ലോ സ്കോർസ് ഡോട്ട് മീൻ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, ടോട്ടൽ സാമ്പിൾസ് ഇവാലുവേറ്റഡ്. ഒരു സ്പേസ് ഇടുന്നുണ്ട്, അഗെയിൻ കോമ ഇത് കൊടുക്കുന്നുണ്ട്, LEN ഓഫ് ആ സ്കോർ ചെക്ക് ചെയ്യുന്നുണ്ട്, LO അണ്ടർസ്കോർ എന്ത് കൊടുക്കുക, സ്കോർസ് കൊടുക്കുക. റൺ ചെയ്യാം. ഓക്കെ, സോ ടോട്ടൽ സാമ്പിൾസ് ഇവാലുവേഷനിൽ 150 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ആവറേജ് സ്കോർ എന്ന് പറഞ്ഞത് 0.96 തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. സോ ഈ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ ഉണ്ടല്ലോ, അത് വലിയ ഡാറ്റാ സെറ്റിനൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ടൈം എടുക്കും, സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. മോഡലിനെ ട്രെയിൻ ചെയ്യാനും അങ്ങനത്തെ കേസിനൊക്കെ എന്താണ് സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. ഹോൾഡ് ഔട്ട് എന്ന് പറയുന്നത് ആക്യുറസി 20% ടെസ്റ്റിങ്ങിനും ബാക്കി 80% ട്രെയിനിങ്ങിനും കൊടുക്കുന്ന ഫോമാറ്റിനെയാണ് ഹോൾഡ് ഔട്ട് എന്ന് പറയുക. കെയർ ഫോൾഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവറേജ്
5 ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിന്റെ ആവറേജ്, ആ ഒരു സ്പ്ലിറ്റിങ്ങിന്റെ കെ വാല്യൂ അനുസരിച്ചിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെ ഫോൾഡ് പോലെ തന്നെ എന്താണ് ലേബലിന്റെ പ്രൊപ്പോർഷനും കൂടി അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ലീവ് വൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഓഫ് എൻ ഐട്രേഷൻസ്, അതിൽ കൊടുത്തിരിക്കുന്ന എൻ സാമ്പിൾസ്, എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അത്ര തവണ അതെന്ത് ചെയ്യും, ഐട്രേറ്റ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് ആയിരിക്കും ഇതിൽ കൺസിഡർ ചെയ്യുന്നത്, ലീവ് വൺ ഔട്ടിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്കത് എന്ത് ചെയ്യാം, നമ്മളിപ്പോ ഓക്കെ, ഈ ഒരു സ്റ്റെപ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിഷ്വലൈസേഷൻ അതേപോലെ വാലിഡേഷൻ സ്പ്ലിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഐറിസ് ഡാറ്റ സെറ്റ് വെച്ചിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. സോ ഐറിസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ ഇമ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, ഇല്ല, ഒന്നില്ലെങ്കിൽ മുകളിൽ ചെയ്യാം. ആവശ്യത്തിന് ഇമ്പോർട്ട്സ് ഒക്കെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ ഇമ്പോർട്ട് ചെയ്യാം അല്ലേ. ഇമ്പോർട്ട് matplotlib dot pyplot as plt, import seaborn as sns, റൺ ചെയ്യാം. സോ ഇനീഷ്യൽ മോഡൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വാലിഡേഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ മെട്രിക്സ് ഇതിൽ ആഡ് ഓൺ ചെയ്യാം. സെപ്പറേറ്റ്ലി ചെയ്യണ്ട, ഇതിൽ തന്നെ എന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ നമ്മൾ മോഡലിൽ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, എക്സും വൈയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എക്സ് ട്രെയിനും വൈ ട്രെയിനും വൈപ്രെഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ദെൻ വൈപ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്യുറസി ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ദെൻ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ മെട്രിക്സും കൂടി ആഡ് ചെയ്യാം. സോ ബിലോ ആയിട്ട് എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, കൺഫ്യൂഷൻ മെട്രിക്സ് CM ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, കൺഫ്യൂഷൻ അണ്ടർസ്കോർ മെട്രിക്സ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റും വൈപ്രെഡും കൊടുക്കുക. വൈ ടെസ്റ്റ് കോമ വൈപ്രെഡ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ SNS ഡോട്ട് ഹീറ്റ് മാപ്പ് ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് CM കോമ അൺനോട്ട് ഈക്വൽസ് ട്രൂ കൊടുക്കുന്നുണ്ട്, കോമ സി മാപ്പ് കൊടുക്കണമെങ്കിൽ കൊടുക്കാമല്ലോ. സി മാപ്പ് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ബ്ലൂസ് കൊടുക്കാം. സോ BLUES ബ്ലൂസ് കൊടുക്കുന്നുണ്ട്, കോമ ഇനി എക്സ് ലേബൽസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ഐറിസ് ഡോട്ട് ടാർജറ്റ് അണ്ടർസ്കോർ നെയിംസ് കോമ വൈറ്റിക് ലേബൽ ഈക്വൽസ് ഐറിസ് ഡോട്ട് ടാർജറ്റ് അണ്ടർസ്കോർ നെയിംസ് കൊടുക്കാം. ദെൻ അതിന് ശേഷം ഇത്രയും കൊടുക്കുന്നൊന്നും കമ്പൽസറി അല്ല, SNS ഡോട്ട് ഹീറ്റ് മാപ്പ്. അത് കഴിഞ്ഞിട്ട് അന്നോട്ട് കൊടുക്കണേൽ കൊടുക്കാം, CM മാത്രം പാസ് ചെയ്താലും മതി. ജസ്റ്റ് ഞാൻ മോഡിഫിക്കേഷൻ വേണ്ടിയിട്ട് കൊടുത്തേ ഉള്ളൂ. PLT ഡോട്ട് എന്ത് കൊടുക്കുക, ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ടൈറ്റിൽ ആഡ് ചെയ്യാം. എന്ത് കൊടുക്കാം, കോൾഡ് ഔട്ട് കോളൻ കൺഫ്യൂഷൻ മെട്രിക്സ്. PLT ഡോട്ട് എക്സ് ലേബിൾ കൊടുക്കുക, ഫങ്ഷൻ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് കൊടുക്കുക, പ്രിഡിക്റ്റഡ് കൊടുക്കുക. PLT ഡോട്ട് വൈ ലേബിൾ കൊടുക്കുക, ഫങ്ഷൻ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് കൊടുക്കുക, ആക്ച്വൽ കൊടുക്കുക. ദെൻ വേണമെങ്കിൽ റൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കൺഫ്യൂഷൻ മെട്രിക്സ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല തോന്നുന്നു. സോ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാം.
ഓക്കെ, അവിടെ ആക്യുറസി സ്കോർ ചെയ്തിട്ടുണ്ട്. ആക്യുറസി സ്കോർ കഴിഞ്ഞതിന് ശേഷം ഒരു കോമ കൊടുക്കുക. എന്നിട്ട് എന്ത് കൊടുക്കുക, കൺഫ്യൂഷൻ മാട്രിക്സ്. ഓക്കെ, കൺഫ്യൂഷൻ മാട്രിക്സ് കൊടുത്തിട്ടുണ്ട്. കോമ നമുക്ക് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടും കൂടി ആഡ് ചെയ്യാം. സോ ക്ലാസിഫിക്കേഷൻ അണ്ടർസ്കോർ റിപ്പോർട്ടും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. റൺ ചെയ്യുക, ഇത് താഴത്തേക്ക് പോവുക. ഒന്നും കൂടി ആ വിഷ്വലൈസേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ കൺഫ്യൂഷൻ മെട്രിക്സ് റെഡി ആയിട്ടുണ്ട്. 3 കോളംസ് തമ്മിലുള്ള കൺഫ്യൂഷൻ മെട്രിക്സ് ആണ് നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഇതിന് ശേഷം എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് റെഡിയാക്കി നോക്കാം. ഇത് കൊടുക്കാം, പ്രിന്റ് കോട്ട്സ് സിംഗിൾ കോട്ട്സ് അല്ല ഡബിൾ കോട്ട്സ്. ഇത് കൊടുക്കുക, ഹോൾഡ് ഔട്ട് കോളൻ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. then അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ക്ലാസിഫിക്കേഷൻ അണ്ടർസ്കോർ റിപ്പോർട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, വൈറ്റ് ടെസ്റ്റ് കോമ വൈറ്റ് ത്രെഡ് കൊടുക്കുക. ദെൻ കോമ എന്ത് കൊടുക്കുക, ഐറിസ് ഡോട്ട് ടാർജറ്റ് നെയിംസ് ഈക്വൽസ് ആണ് കൊടുക്കണേ. ടാർജറ്റ് അണ്ടർസ്കോർ നെയിംസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ഐറിസ് ഡോട്ട് ടാർജറ്റ് അണ്ടർസ്കോർ നെയിംസ് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ടാർജറ്റിൻ്റെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. ദെൻ കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ദെൻ അതിൻ്റെ വിഷ്വലൈസേഷനും കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ഇവിടെ നമ്മൾ കെ ഫോൾഡിന് സ്പെസിഫിക് ആയിട്ട് ആക്യുറസി സ്കോറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ മോഡലും കാര്യങ്ങളും മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഫ്ലെക്സും ഷഫിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ സ്കോറും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് യൂസ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ വാലിഡേഷൻ ചെയ്യാം, ഓപ്ഷണലാണ്. ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഇപ്പം നമ്മൾ സ്കോറും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പോർഷൻ അങ്ങനെ ഞാൻ കമൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് സെല്ലിലായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആയി പോവും. സോ മിക്സപ്പ് ചെയ്യണ്ട, ഇതിലേതെങ്കിലും ഒരു ഫോമാറ്റ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പ് വെച്ചിട്ട് ഈ ഫോൾഡിൻ്റെ ഇത് ചെയ്തതിൻ്റെ ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ളതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ട് പഠിച്ചു വയ്ക്കാൻ നോക്കാം. ഓക്കെ, സോ അതിൻ്റെ വിഷ്വലൈസേഷനും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ കെ എഫ് ഈക്വൽ ടു കെ ഫോൾഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫസ്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്, റാൻഡം സ്റ്റേറ്റ് വരെ ഉള്ളത്. അത് നമുക്ക് യൂസ് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. സോ സ്കോഴ്സ് ഈക്വൽസ് എന്ന് കൊടുക്കുന്നുണ്ട്, എം ടി ലിസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് കോമ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് പാസ് ചെയ്യുന്നുണ്ട്, ട്രെയിൻ അണ്ടർസ്കോർ IDX കോമ ടെസ്റ്റ് അണ്ടർസ്കോർ IDX കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്യൂമറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്ത് കൊടുക്കുക, എന്യൂമറേറ്റ് കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റിൽ KF, അതായത് ആ മുകളിലത്തെ വേരിയബിളാണ് KF എന്ന് ഉദ്ദേശിക്കുന്നത്. ഡോട്ട് എന്ത് കൊടുക്കുക, സ്പ്ലിറ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, എക്സ് കൊടുക്കുന്നുണ്ട്. എക്സ് അപ്പർ കേസ് ആണ് പാസ് ചെയ്യുന്നത്. ലോവർ കേസ് ആണല്ലോ ഇവിടുത്തെ എക്സ് ഒക്കെ. സോ അത് ലോവർ കേസ് ആക്കുന്നുണ്ട് കേട്ടോ. നോക്കാം, ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് കൊടുക്കണമെങ്കിൽ അതൊന്നും നമുക്ക് ആഡ് ഓൺ ചെയ്യാം കേട്ടോ.
ഇത് കഴിഞ്ഞതിന് ശേഷം ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കണം, മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് എക്സ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ട്രെയിൻ അണ്ടർസ്കോർ ഐ ഡി എക്സ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ വൈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ട്രെയിൻ അണ്ടർസ്കോർ ഐ ഡി എക്സ് കൊടുക്കുക. സോ മോഡൽ ട്രെയിനിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, ബൈപ്രെഡ് ഈക്വൽസ് മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് കൊടുക്കുക. മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് ഓഫ് ഇതാണ് ടെസ്റ്റ് അണ്ടർസ്കോർ ഐ ഡി എക്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തൊട്ട് താഴെയായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ആക്യുറസി സ്കോർ വേണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് എ സി സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നുണ്ട്. എ സി സി ഈക്വൽസ് ആക്യുറസി അണ്ടർസ്കോർ കൊടുക്കുക, സ്കോറും കൂടി കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് വൈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് അണ്ടർസ്കോർ ഐ ഡി എക്സ് കൊടുക്കുന്നുണ്ട്, കോമ വൈ അണ്ടർസ്കോർ സ്പ്രെഡ് കൊടുക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, സ്കോർസ് ഡോട്ട് അപ്പൻഡ് ചെയ്യാനും കൂടി കൊടുക്കണം ആ ഒരു ആക്യുറസി സ്കോർ. സോ എ സി സി കൊടുക്കുന്നുണ്ട്. സോ സ്കോർ അപ്പൻഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് പ്രിൻ്റ് ആയിട്ട് വരണ്ട. സോ പ്രിൻ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, എഫ് സ്ട്രിങ് ഫോമാറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത്, ഓപ്ഷണലാണ്. ദെൻ കെ അണ്ടർസ്കോർ ഫോൾഡ് കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഫോൾഡ് +1 സ്പേസ് ഇടുന്നുണ്ട്. എന്നിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ആക്യുറസി കോളൻ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ ആക്യുറസിയും കൂടി പ്രിൻ്റ് ചെയ്യാനുണ്ട്. സോ എ സി സി കോളൻ 0.2F1 കൊടുക്കുന്നുണ്ട്. സോ 2 ഫ്ലോട്ടിംഗ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ആണ് നമുക്കവിടെ വരേണ്ടത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഒരു പ്രിൻറ്റും കൂടി കൊടുക്കുന്നുണ്ട്. പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കാം, കെ ഫോൾഡ് ആവറേജ് ആക്യുറസി കോളൻ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം കോമ എൻ പി ഡോട്ട് മീൻ ഓഫ് കൊടുക്കുക, സ്കോർസ് കൊടുക്കാം. ഓക്കെ. സോ കീ ഫോൾഡിൻ്റെ സ്റ്റെപ്പ് ഇവിടെ തീരും. അത് കഴിഞ്ഞതിന് ശേഷം വിഷ്വലൈസേഷൻ നമുക്ക് നെക്സ്റ്റിൽ ചെയ്യാം. സോ ഇതൊന്ന് റൺ ചെയ്യുന്നുണ്ട്. നീലറുണ്ടോ നോക്കുക, ഓരോ കീ ഫോൾഡിലും എന്താണ് വാല്യൂ. എൻ പിൻ്റെ അവിടെ ഇഷ്യൂ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല മേ ബി. യെസ്, നമ്പയർ എൻ പി കൊടുക്കുന്നുണ്ട്. എന്താണ് ചെയ്യുക, താഴത്തേക്ക് പോവുക, ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ മീൻ വാല്യൂ നമുക്ക് 97.33 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ 97 കൺസിഡർ ചെയ്താൽ മതി. സോ ആ ഒരു വാല്യൂ നമുക്ക് ആവറേജ് ആക്യുറസി ആയിട്ട് കെ ഫോൾഡിൻ്റെ ആവറേജ് ആക്യുറസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്, നമുക്ക് അതിൻ്റെ വിഷ്വലൈസേഷൻ നോക്കണം അല്ലേ. സോ ഫോർ എന്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ ആ വാല്യൂസ് പാസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും കൊടുക്കുകയാണ് കേട്ടോ. ഫോർ ലൂപ്പിൽ എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ തന്നെ ഫോൾഡ് കോമ ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ട്രെയിൻ അണ്ടർസ്കോർ ഐ ഡി എക്സ് കോമ ടെസ്റ്റ് അണ്ടർസ്കോർ ഐ ഡി എക്സ് എന്നാണ് പാസ് ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്യൂമറേഷൻ ആണ് കൊടുക്കുന്നത്. സോ എന്യൂമറേറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കെ എഫ് ഡോട്ട് കൊടുക്കുക, സ്പ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോളൻ എന്ന് കൊടുക്കുന്നുണ്ട്. പി എൽ ടി ഡോട്ട് നമുക്ക് സ്കാറ്റർ പ്ലോട്ടാണ് വേണ്ടത്. സോ പി എൽ ടി ഡോട്ട് എന്ന് കൊടുക്കുന്നുണ്ട്, സ്കാറ്റർ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ട്രെയിൻ അണ്ടർസ്കോർ ഐ ഡി എക്സ് കോമ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഫോൾഡ് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ സ്റ്റാർ സിമ്പിൾ കൊടുക്കുക. LEN ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ട്രെയിൻ അണ്ടർസ്കോർ ഐ ഡി എക്സ് കൊടുക്കുന്നുണ്ട്.
ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ, ലേബൽ ഈക്വൽസ്, സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, ട്രെയിൻ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഫ് എന്താണെങ്കിൽ ഫോൾട്ടിന്റെ വാല്യൂ ഫോൾട്ട് ഈക്വൽസ് 0 ആണെങ്കിൽ എന്താണ് ഇത് നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്താണ് ഡിസ്കാർഡ് കൊടുക്കണ്ടേ. സോ എൽസ് കൊടുക്കാം. എംപ്റ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. കളർ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ ഞാൻ തൽക്കാലം ബ്ലൂ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം കോമ ഇത് കൊടുക്കുന്നുണ്ട്. എസ് ഈക്വൽസ് 10 കൊടുക്കുന്നുണ്ട്. ഇത് കമ്പൽസറി അല്ല കേട്ടോ. സെയിം തന്നെ ലൈൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രെയിനിന് പകരം എന്ത് കൊടുക്കണം, ടെസ്റ്റ് ആക്കിയിട്ട് കൊടുക്കണം. സോ ഈ ഒരു ലൈൻ ഞാൻ മൊത്തത്തിൽ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കോപ്പി, നെക്സ്റ്റ് ലൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ട്രെയിനിന് പകരം എന്ത് കൊടുക്കുക, ടെസ്റ്റ് കൊടുക്കാം. അതേപോലെ ഫോൾഡൊക്കെ അതേപോലെ തന്നെ കൊടുക്കുക. LEN ഓഫ് ട്രെയിനിന് പകരം ടെസ്റ്റ് കൊടുക്കുക. ലേബിൾ ട്രെയിൻ മാറ്റിയിട്ട് എന്താക്കുക, ടെസ്റ്റ് ആക്കുക. ദെൻ ഫോൾഡ് ഈക്വൽസ് ബ്ലൂ കളർ മാറ്റിയിട്ട് വേറെ കളർ കൊടുക്കാം. തൽക്കാലം ഓറഞ്ച് കൊടുക്കാം. ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. വിഷ്വലൈസേഷൻ ആകുമ്പോൾ മസ്റ്റായിട്ടും ടൈറ്റിൽ വേണമല്ലോ. സോ PLT ഡോട്ട് എന്ത് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ K ഫോൾഡ് സ്പ്ലിറ്റ് വിഷ്വലൈസേഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ എക്സ് ലേബൽ ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, PLT ഡോട്ട് എക്സ് ലേബൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, സാമ്പിൾ ഇൻഡെക്സ് കൊടുക്കാം. അതേപോലെ കൊടുക്കണം, വൈ ലേബിൾ കൊടുക്കണം. PLT ഡോട്ട് വൈ ലേബൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സിംഗിൾ കോട്ട്സിൽ ഫോൾഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ PLT ഡോട്ട് ലെജൻഡ് ഓരോ കളർ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്കറിയണം. ദെൻ റൺ ചെയ്ത് കൊടുക്കാം. സോ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നിട്ടുള്ളത് 0, 1, 2, 3, 4 4 ഫോൾഡാണ് ഇതിൽ വന്നിട്ട് 5 ഫോൾഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ബ്ലൂ കളർ ട്രെയിനിങ്ങിനെയും അതേപോലെ ഓറഞ്ച് കളർ എന്താണ്, ടെസ്റ്റിങ്ങിനെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇത്രയും കാര്യം ജസ്റ്റ് ഒരു വിഷ്വലൈസേഷനെ ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് തന്നെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എന്യൂമറേഷൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. റിപ്പീറ്റഡ്ലി ഫോർ ലൂപ്സ് കാര്യങ്ങൾ കൊടുക്കുന്നതിന് പകരം എന്യൂമറേഷൻ ആണ് യൂസ് ചെയ്തത്. ആ ഒരു ഡിഫറൻസേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം പഴയ പ്രീവിയസ് ഫോമാറ്റ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി മോഡൽ വാലിഡേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അഡാബൂസ്റ്റ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ബൂസ്റ്റിംഗ് അൽഗോരിതംസ് കേട്ടിട്ടുണ്ടോ? ഹലോ, ഓക്കെ. നെക്സ്റ്റ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഫോമിൽ പോകുന്നുണ്ട്. സോ എല്ലാ മോഡൽസും നമ്മൾ ഈ മോഡൽ വാലിഡേഷൻ എന്ന് പറയുന്ന ഫയലിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ത് ചെയ്യുക, പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ബൂസ്റ്റിംഗ് അൽഗോരിതംസ്. തന്നെ അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, പുതിയൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. മെയിൻലി ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലേണിങ്ങിൽ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർഫുൾ എൻസെമ്പിൾ ലേണിംഗ് ടെക്നിക് ആണ്. അതായത് ഒരു
എന്താണ് ഒരു സ്ട്രോങ് മോഡലിനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് വീക്ക് ലേണേഴ്സ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ഡിസിഷൻ ട്രീയിൽ എടുക്കുവാണെങ്കിൽ യൂഷ്വലി ഡിസിഷൻ ട്രീയിലൊക്കെയാണ് വരുന്നത്. അതിൽ ചില കാര്യങ്ങൾ എന്തായിരിക്കും, വീക്കായിട്ട് ലേൺ ചെയ്യുന്ന ചില ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവാം. നമ്മുടെ ഓരോ ഡാറ്റ സെറ്റ് എടുക്കുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കാം. സോ അങ്ങനെ വീക്ക് ലേണേഴ്സ് ആയിട്ടുള്ള ഡാറ്റേനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് സ്ട്രോങ് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബൂസ്റ്റിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി അൽഗോരിതംസ് വെച്ചിട്ട് ഡാറ്റ സെറ്റ്സിനെ ട്രീറ്റ് ചെയ്യും. അത് കൂടാതെ തന്നെ അതിനെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ബൂസ്റ്റിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ മോഡലിനെ സീക്വൻഷ്യലി ട്രെയിൻ ചെയ്യും. ഓരോ മോഡലിൻ്റെ മിസ്റ്റേക്സും നമ്മൾ മുമ്പത്തേൽ ചെയ്ത പോലത്തെ ഓരോ മോഡലിൻ്റെയും മിസ്റ്റേക്സ് എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്ത് ഫിക്സ് ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. സോ ബൂസ്റ്റിംഗ് അൽഗോരിതത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയാസ് റെഡ്യൂസ് ചെയ്യും, അതായത് അണ്ടർ ഫിറ്റിംഗ് റെഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ ഓവർ ഫിറ്റിങ്ങും റെഡ്യൂസ് ചെയ്യും, ആക്യുറസി ഇംപ്രൂവ് ചെയ്യും, അൺസീൻ ഡാറ്റ നമ്മൾ കാണാത്ത ഡാറ്റേനെയൊക്കെ ജനറലൈസേഷൻ ചെയ്തെടുക്കുകയാണ് അതിൽ മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊന്ന് കമൻറ്റ് ചെയ്തിടാം അല്ലേ. ഫസ്റ്റ് തന്നെ എന്ത് കൊടുക്കാം, പവർഫുൾ ensemble ലേണിംഗ് ടെക്നിക്കാണ്. അതായത് നമുക്ക് സ്ട്രോങ് മോഡൽസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ വീക്ക് ലേണേഴ്സിനെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്ത് സ്ട്രോങ് മോഡലും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇതും കൂടെ ആഡ് ചെയ്യാമല്ലോ. ദാറ്റ് ബിൽഡ്സ് a strong model by combining many weak learners. യൂഷ്വലി ഇത് വരുന്ന കേസ് എന്ന് പറയുന്നത് ഡിസിഷൻ ട്രീ തന്നെയാണ് കേട്ടോ. യൂഷ്വലി ഡിസിഷൻ ട്രീസ്. ഓക്കെ, ഹെൽപ്സ് ബയാസിനെ റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ബയാസ്. ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അണ്ടർ ഫിറ്റിങ്ങിനെയാണ് ബയാസ് എന്ന് പറയാം കേട്ടോ. സോ അണ്ടർ ഫിറ്റിംഗ്. അതേപോലെ തന്നെ എന്താണ്, റെഡ്യൂസ് വേരിയൻസ്. വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഓവർ ഫിറ്റിംഗ് ആയിരിക്കും വരുന്നത്. then അതേപോലെ തന്നെ improve accuracy and generalization on unseen data. കാണാത്ത ഡാറ്റേനൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിൻ്റെ മെയിൻ വർക്കിംഗ് വരുന്നത്, നമ്മളൊരു സിമ്പിൾ മോഡൽ നമ്മളൊരു സാധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ട്രീ മോഡലായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും ഫസ്റ്റ് മോഡലിൽ നിന്ന്. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യും, പുതിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഈ എറേഴ്സിനെയൊക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ള പുതിയൊരു മോഡൽ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മളിത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. നമ്മുടെ എല്ലാ മോഡൽസിലെ പ്രെഡിക്ഷൻസും കമ്പൈൻ ചെയ്യും. എന്നിട്ട് എന്താണ്, സമ്മ അല്ലെങ്കിൽ വെയിറ്റഡ് വോട്ട് എന്നൊക്കെ പറയും. എന്നിട്ട് ഓരോ മോഡലിനെ കുറിച്ചും ലേൺ ചെയ്തിട്ട് അതിൻ്റെ മിസ്റ്റേക്സിൽ നിന്ന് ലേൺ ചെയ്തിട്ട് ഒരെണ്ണം മുമ്പത്തേനേക്കാളും ബെറ്റർ ആയിട്ട് നെക്സ്റ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ദെൻ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബൂസ്റ്റിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നത് അഡാബൂസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രേഡിയന്റ് ഡീസെന്റ്
ഗ്രേഡിയൻ ബൂസ്റ്റ് ഉണ്ട്, എക്സ് ജി ബൂസ്റ്റ് ഉണ്ട്, അതേപോലെ ലൈറ്റ് GBM ഉണ്ട്, കാറ്റ് ബൂസ്റ്റ് ഒക്കെ ഉണ്ട്. സോ അതിൽ കുറച്ച് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. സോ എന്താണ് ബൂസ്റ്റിംഗ് അൽഗോരിതംസ്. മെയിൻ എക്സാമ്പിളാണ് ഇത് അഡാബ് ബൂസ്റ്റ് എന്ന് പറയുന്നത്. ഫോമ ഇത് അഡാപ്റ്റീവ് ബൂസ്റ്റ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്ന് 1 by 1 ആയിട്ട് പറയൂ കേട്ടോ. സോ ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് ഉണ്ട്, GBM എന്ന് അതിനെ പറയും, ഗ്രേഡിയൻ ബൂസ്റ്റിങ്ങിന്. അതേപോലെ തന്നെ XG ബൂസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുള്ളത്. ഒപ്റ്റിമൈസ്ഡ് ആണ്, ഒപ്റ്റിമൈസ് GBM ആണ് XG ബൂസ്റ്റ് വരിക. അതേപോലെ തന്നെ ലൈറ്റ് ഉണ്ട്, കാറ്റ് ബൂസ്റ്റ് ഉണ്ട്. ഓക്കെ, ETC കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മളൊരു നോർമൽ ഡാറ്റ സെറ്റ് വെച്ചിട്ട് എങ്ങനെ നോർമലി നമ്മൾ എന്ത് പ്രിഡിക്ഷൻ ചെയ്യും ഇല്ലേ. സോ ആ പ്രിഡിക്ഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്യും. നമ്മുടെ ഇൻകം ഡാറ്റ സെറ്റ് വെച്ചിട്ടാണ് ഫസ്റ്റ് പ്രിഡിക്ഷൻ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അഡാബ് ബൂസ്റ്റിന്റെ റിഗ്രസർ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇൻകം പ്രോബ്ലം കൊടുക്കുന്നുണ്ട് ഫയൽ നെയിമായിട്ട്. ദെൻ എന്ത് ചെയ്യുക, നമ്മുടെ ഫോൾഡറിലേക്ക് ആ ഒരു ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻകം ഇൻഷുറൻസ് ഉണ്ട്. ഒരു വേണ്ടിയിട്ട് ആ ഒരു ഡാറ്റ സെറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാം. income.csv എന്ന് പറയുന്നതാണ് നമ്മുടെ ഡാറ്റ സെറ്റ് വരുന്നത്. സോ നമുക്കത് ഹാൻഡിൽ ചെയ്യാം. വന്നില്ല അല്ലേ. ഓക്കെ, ഇൻകം പ്രോബ്ലം. ഇൻകം എന്ന് കേട്ടാൽ തന്നെ അറിയാമല്ലേ റിഗ്രസർ ആണ്. സോ റിഗ്രസറിന് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. റിഗ്രസർ 6 മെഷീനായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യാനുള്ളത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് എന്താണ്, പാണ്ടാസ് SPD പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്താണ്, നമുക്ക് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് വേണം, അത് അഡാബ് ബൂസ്റ്റ് റിഗ്രസറിനും കൂടി ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. ദെൻ ലേബിൾ എൻകോഡർ ആവശ്യം വരുന്ന കോളമാണ്. സോ ലേബിൾ എൻകോഡറിനെയും കൂടി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ ഫ്രം ഇത് കൊടുക്കുക, sklearn dot pre-processing ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, ലേബിൾ എൻകോഡർ കൊടുക്കുന്നുണ്ട്. ലേബിൾ എൻകോഡർ ദെൻ അതിന് ഓക്കെ 6 വന്നില്ല. ദെൻ അതിന് ശേഷം ഫ്രം ഇത് കൊടുക്കുക, sklearn dot മോഡൽ സെലക്ഷനിൽ നിന്ന് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് വേണം. സോ മോഡൽ സെലക്ഷൻ ഇമ്പോർട്ട് കൊടുക്കുക, ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ കൊടുക്കുക, സ്പ്ലിറ്റ് കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ്, എൻസംബിളിൽ നിന്ന് അഡാബ് ബൂസ്റ്റ് റിഗ്രസർ വേണം. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം sklearn dot ensemble import അഡാബ് ബൂസ്റ്റ് റിഗ്രസർ. ഓക്കെ, സോ ഇത്രയും ഇമ്പോർട്ട്സ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. തന്നെ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം.
ഇച്ചിരി ടൈം എടുക്കും. മൊഡ്യൂൾ നോട്ട് ഫോണിക്സ് മോഡൽ സെലക്ഷൻ ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. സോ മോഡൽ സെലക്ഷൻ കൊടുക്കുന്നുണ്ട്, ദെൻ റൺ ചെയ്യുക. ഓക്കെ ആണ്. ഇനി എന്ത് ചെയ്യുക, ഡാറ്റ ഈക്വൽസ് പി ഡി ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇൻകം ആയിരുന്നല്ലോ അല്ലേ, സോറി, ഇൻകം ഡോട്ട് CSV കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ കൊടുക്കുക, റൺ ചെയ്യാം. ഓക്കെ. സോ ഓരോ കോളംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 1 2 3 4 5 6 7 8 കോളംസ് എന്താണ് നമുക്ക് കാറ്റഗറിക്കൽ കോളംസ് ആണ്. സോ അതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യുന്നതുണ്ട്. നമ്മൾ അഡാബ് ബൂസ്റ്റ് റിക്രസർ ആണ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം, കോളം നെയിംസ് ഫസ്റ്റ് എടുത്ത് നോക്കാം. സോ ഡാറ്റ ഡോട്ട് എന്തെടുക്കുക, കോളംസ് എടുക്കുക, ദെൻ റൺ ചെയ്യുക. ദെൻ 14 കോളംസ് ആണ് നമുക്ക് ഈ ഒരു ഡാറ്റ സെറ്റിലുള്ളത്. 32,561 റോസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഡാറ്റ ഡോട്ട് എന്ത് കൊടുക്കുക, ഈസ് നൾ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് അഗെയിൻ ഡോട്ട് കൊടുക്കുക, എന്നിട്ട് എന്ത് കൊടുക്കുക, സമ്മും കൂടി കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. ഓക്കെ. വർക്ക് ക്ലാസ് എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് എന്തുണ്ട്, നൾ വാല്യൂസ് ഉണ്ട്, അതേപോലെ ഒക്യുപ്പേഷനിലുണ്ട്, നേറ്റീവ് കൺട്രിയിലും ഉണ്ട്. ഈ 3 കോളംസിലും നോക്കുന്നുണ്ട് അറൌണ്ട് 1500 അറൌണ്ട് നൾ വാല്യൂസ് ഉണ്ട്. നമുക്കത് ഹാൻഡിൽ ചെയ്യണം. എന്ത് ചെയ്യാം, നമുക്കത് യുണീക്ക് വാല്യൂസ് ഒന്ന് എടുത്ത് നോക്കാം. ഇത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് അതിൻ്റെ ഉള്ളിൽ കോളനിൽ ഇത് കൊടുത്ത് നോക്കാം, വർക്ക് ക്ലാസ് കൊടുക്കുക, ഡോട്ട് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് കൊടുക്കാം, റൺ ചെയ്യാം. സോ നമുക്കിതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ഏതാണ്, പ്രൈവറ്റ് ആണ് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. സോ ആ ഒരു വാല്യൂ വെച്ചിട്ട് വർക്ക് ക്ലാസ്സിനെ ഫില്ല് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്, ഒക്യുപ്പേഷൻ ആണ് അല്ലേ. സോ നെക്സ്റ്റ് കോളം കൊടുക്കാം, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, ഒക്യുപ്പേഷൻ കൊടുക്കുക, ഒക്യുപ്പേഷൻ ഡോട്ട് എന്ത് കൊടുക്കുക, വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്യാം. ഇതിൽ എന്താണ്, ഒക്യുപ്പേഷനിൽ പ്രൂഫ് സ്പെഷ്യാലിറ്റി ആണ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂസ്. സോ അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. തന്നെ ഇവിടെ താഴെ ഉണ്ട്. ഓക്കെ, ഇതല്ല, സോറി, നേറ്റീവ് കൺട്രിയും കൂടി ഉണ്ട്, ഒരു കോളം കൂടി. ഈ ഒരു 3 കോളത്തിലാണ് നമ്മൾ നൾ വാല്യൂസ് കണ്ടത്. സോ നേറ്റീവ് കൺട്രീൻ്റെയും കൂടി യുണീക്ക് വാല്യൂസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, നേറ്റീവ് അണ്ടർസ്കോർ കൺട്രി കൊടുക്കുക, ഡോട്ട് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്യുക. ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് കൺട്രി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. സോ നമ്മളിവിടെ ഫില്ലിംഗ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ നൾ വാല്യൂസിനെ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുവാണ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ വെച്ചിട്ട് നമ്മളങ്ങ് ഫില്ല് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സെല്ലിൽ എന്ത് ചെയ്യാം, എല്ലാത്തിൻ്റെയും മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക. ഫസ്റ്റ് വൺ വർക്ക് ക്ലാസ് ആയിരുന്നു. സോ അത് ആഡ് ചെയ്യുന്നുണ്ട്, വർക്ക് ക്ലാസ് ഈക്വൽസ് ഡാറ്റ അഗെയിൻ എന്ത് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ വർക്ക് ക്ലാസ് കൊടുക്കുക. ദെൻ അതിന് ശേഷം എന്ത് കൊടുക്കുക, ഡോട്ട് ഫിൽ തന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, പ്രൈവറ്റ് കൊടുക്കുക. അതായിരുന്നു വർക്ക് ക്ലാസിൻ്റെ യൂണീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, പ്രൈവറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഒക്യുപ്പേഷൻ ആണ്. ഒക്യുപ്പേഷൻ പ്രൂഫ് സ്പെഷ്യാലിറ്റി ആയിരുന്നു നമ്മുടെ വരുന്നത്. സോ നെക്സ്റ്റ് കോളം നമ്മൾ അതിൻ്റെ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ വെച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സെല്ലിൽ എന്ത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഒക്യുപ്പേഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സ് എന്ത് കൊടുക്കുന്നുണ്ട്, ഒക്യുപ്പേഷൻ തന്നെ കൊടുക്കാം.
ഡോട്ട് ഫിൽ തന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, EROF അണ്ടർസ്കോർ സ്പെഷ്യാലിറ്റി കൊടുക്കുന്നുണ്ട്. ഐ ഇല്ല, സ്പെഷ്യാലിറ്റി യെസ് ഐ ഇല്ല. നെക്സ്റ്റ് കോളം നമുക്ക് കൊടുക്കാം ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ നേറ്റീവ് അണ്ടർസ്കോർ കൺട്രി അല്ല ഹൈഫൺ സ്റ്റേറ്റ് ഹൈഫൺ കൺട്രി കൊടുക്കുന്നുണ്ട്, COUN. നേറ്റീവ് കൺട്രി കൊടുത്തിട്ടുണ്ട്. then അതിന് ശേഷം ഈക്വൽസ് കൊടുക്കുക ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ നേറ്റീവ് കൊടുക്കുന്നുണ്ട്, കൺട്രി കൊടുക്കുന്നുണ്ട്, ഡോട്ട് ഫിൽ തന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റിനുള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, മോസ്റ്റ് റിപ്പീറ്റഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരുന്നല്ലേ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുക്കുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുക്കുക. then റൺ ചെയ്യാം. കൊടുക്കുക ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡോട്ട് സം കൊടുക്കാം, റൺ ചെയ്യാം. ഓക്കെ, സോ നൾ വാല്യൂസിനെ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡി ടൈപ്പ് നോക്കിയിട്ട് എല്ലാത്തിനും എന്ത് ചെയ്യണം, ലേബിൾ എൻകോഡർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കാറ്റഗോറിക്കൽ കോളംസിനെ കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽ ആക്കണം. അറൗണ്ട് എത്ര കോളംസ് ഉണ്ട്, 1 2 3 4 5 6 7 8 കോളംസ് ഉണ്ട്. സോ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കാറ്റഗറിക്കൽ കോളംസ് ആക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡി ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, ഡാറ്റ ഡോട്ട് ഡി ടൈപ്പ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ലേബിൾ എൻകോഡറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ LE അണ്ടർസ്കോർ എന്ത് കൊടുക്കുന്നുണ്ട്, വർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. സോ വർക്ക് ക്ലാസ് നെയിം എന്ത് ഇഷ്ടമുള്ളത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, കൺഫ്യൂസ്ഡ് ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് അതേ കോളം നെയിം തന്നെ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ലേബിൾ എൻകോഡർ കൊടുക്കുക, ലേബിൾ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്, കോളം നെയിം നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലേ. അതേപോലെ തന്നെ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് ദെൻ അതിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, വർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്, വർക്ക് ക്ലാസ് ഈക്വൽസ് LE അണ്ടർസ്കോർ വർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഡോട്ട് എന്ത് കൊടുക്കുക, ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കാം, ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, വർക്ക് ക്ലാസ് കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ ലേബിൾ എൻകോഡർ നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന എഡ്യൂക്കേഷൻ ആണ്. സോ അതിൻ്റെയും കൂടി ലേബിൾ എൻകോഡർ ക്രിയേറ്റ് ചെയ്യണം. എന്ത് കൊടുക്കുക, LE അണ്ടർസ്കോർ എഡ്യൂക്കേഷൻ ഈക്വൽസ് എന്ത് കൊടുക്കുക, ലേബിൾ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എഡ്യൂക്കേഷൻ ദെൻ അത് കഴിഞ്ഞതിന് ശേഷം സ്പേസ് ഈക്വൽസ് സ്പേസും കൂടെ കൊടുക്കുക. നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പേര് എഡ്യൂക്കേഷൻ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു കോളം നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് ഏതാണ്, മാരിറ്റൽ സ്റ്റാറ്റസ് ആണല്ലോ. സെയിം വേ നെക്സ്റ്റ് സെല്ലിൽ ഇത് കൊടുക്കുന്നുണ്ട്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്, മാരിറ്റൽ അണ്ടർസ്കോർ സ്റ്റാറ്റസ് തന്നെ കൊടുക്കുന്നുണ്ട്, ഈക്വൽസ് ലേബിൾ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ മാരിറ്റൽ അണ്ടർസ്കോർ സ്റ്റാറ്റസ്
equals LE underscore marital underscore status dot കൊടുക്കുക ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ മാരിറ്റൽ അണ്ടർസ്കോർ സ്റ്റാറ്റസ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു കോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഒക്യുപ്പേഷൻ ആണ്. സോ ഒക്യുപ്പേഷന് നമുക്ക് ഇതേമാതിരി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ LE അണ്ടർസ്കോർ എന്ത് കൊടുക്കുക ഒക്യുപ്പേഷൻ ഈക്വൽസ് എന്ത് കൊടുക്കുക ലേബൽ എൻകോഡർ എന്ത് കൊടുക്കുക ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ occupation then equals label encoded object name that LA underscore എന്ത് കൊടുക്കുന്നുണ്ട് occupation ഡോട്ട് എന്ത് കൊടുക്കുക ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക occupation കൊടുക്കുക. ദെൻ അതിന് ശേഷം ഒക്യുപ്പേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ആണ് നെക്സ്റ്റ് വരുന്ന കോളം. സോ അതിനും കൂടി നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. LE അണ്ടർസ്കോർ റിലേഷൻഷിപ്പ് കൊടുക്കുക ഈക്വൽസ് ഇത് കൊടുക്കുന്നുണ്ട് ലേബൽ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ അതിന് ശേഷം ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക റിലേഷൻഷിപ്പ് ഈക്വൽസ് LE അണ്ടർസ്കോർ റിലേഷൻഷിപ്പ് ഡോട്ട് ഇത് കൊടുക്കാം ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കാം റിലേഷൻഷിപ്പ് കോളം നെയിം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കോളം റിലേഷൻഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേസ് ആണ് അല്ലേ. സോ റേസ് എന്ന് പറയുന്ന കോളം കൊടുക്കണം. സോ LE അണ്ടർസ്കോർ എന്ത് കൊടുക്കുക റേസ് കൊടുക്കുക. ദെൻ ലേബൽ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക റേസ് കൊടുക്കുക ഈക്വൽസ് LE അണ്ടർസ്കോർ റേസ് ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് റേസ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കോളം ഏതാണെന്ന് നോക്കുക 6 ആണ്. സോ ആ ഒരു കോളത്തിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഈക്വൽസ് എന്ത് കൊടുക്കുക ലേബൽ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് ലൈനിലായിട്ട് എടുക്കുക ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് ദെൻ എന്ത് ചെയ്യുക കോളം നെയിം കൊടുക്കുക ഈക്വൽസ് ഒബ്ജക്റ്റിൻ്റെ പേര് LE അണ്ടർസ്കോർ ദെൻ എന്ത് ചെയ്യുക ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുക ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് കോളം നെയിം കൊടുക്കുക. പിന്നെ ഈ ഒരു കോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നേറ്റീവ് കൺട്രിയും കൂടിയാണ് ഇതുള്ളത് കാറ്റഗോറിക്കൽ കോളം ആയിട്ടുള്ളത്. സോ അതിനും കൂടി നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ LE അണ്ടർസ്കോർ നേറ്റീവ് കൺട്രി ഈക്വൽസ് കൊടുക്കുന്നുണ്ട് ലേബൽ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് നേറ്റീവ് ഹൈഫൺ കൊടുക്കുക കൺട്രി കൊടുക്കുക ഈക്വൽസ് കൊടുക്കുക ലേബൽ എൻകോഡറിൻ്റെ ഒബ്ജക്റ്റ് നേറ്റീവ് അണ്ടർസ്കോർ കൺട്രി ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കണം ആ ഒരു കോളം നെയിം അതായത് നേറ്റീവ് ഹൈഫൺ കൺട്രി കൊടുക്കുക. നമ്മുടെ ലേബൽ എൻകോഡർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ്ലി ഒന്ന് റൺ ചെയ്ത് നോക്കാം.
ഏതെങ്കിലും കോളം എറർ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ എവിടെയോ കീ എറർ വന്നിട്ടുണ്ട്. കോളം നെയിമിലായിരിക്കും. മാരിറ്റൽ സ്റ്റാറ്റസിന് കോളം നെയിം കൊടുത്തതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കാം. ഹൈഫൺ ആണ്, ഞാൻ അതിന് പകരം അണ്ടർസ്കോർ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെയും ക്ലിയർ ചെയ്യാം. റൺ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് എറർ ലേബൽ. ഓക്കെ ലൈൻ നമ്പർ 30 6ന് തൊട്ടുമ്പോൾ ഇവിടെ തിരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. റൺ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഇതിൽ എറർ ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റ ഫ്രെയിം ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ വാല്യൂസ്. സോ ഇപ്പോൾ കംപ്ലീറ്റ് കോളംസിനെയും എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ന്യൂമറിക്കൽ കോളംസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എക്സും വൈയും സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ടാർഗറ്റ് കോളം എന്ന് പറയുന്നത് ഇൻകം ഗ്രേറ്റർ ദാൻ 50K ആണ് നമ്മൾ നോക്കുന്നത്. സോ എക്സ് ഈക്വൽസ് എന്ന് കൊടുക്കുന്നുണ്ട് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ആ ഒരു കോളം സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻകം ഗ്രേറ്റർ ദാൻ 50K. കെ അപ്പർ കേസാണ്. സോ കെയും കൂടി പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കോമ ആക്സിസ് ഈക്വൽ 1 കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈ കൊടുക്കുന്നുണ്ട്. വൈ ഈക്വൽസ് ഡാറ്റ ഡോട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഇൻകം ഗ്രേറ്റർ ദാൻ 50K കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതങ്ങ് റൺ ചെയ്യാം. നെക്സ്റ്റ് എന്ത് ചെയ്യുക, എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ എന്ത് കൊടുക്കുക, വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ്. ഇത് 4 കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൊടുക്കുക, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക, ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ കൊടുക്കുക, സ്പ്ലിറ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് കോമ വൈ കോമ ഇതാണ് ടെസ്റ്റ് സൈസാണ് നെക്സ്റ്റ് നമ്മൾ കൊടുക്കാറ്. സോ ടെസ്റ്റ് അണ്ടർസ്കോർ സൈസ് കൊടുക്കുക ഈക്വൽ 0.2 കൊടുക്കുന്നുണ്ട്. 0.2 കൊടുക്കുന്നുണ്ട്. കോമ റാൻഡം സ്റ്റേറ്റും കൂടി കൊടുക്കുന്നുണ്ട്. റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് ഈക്വൽസ് 20 കൊടുക്കാം. ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം കേട്ടോ. തന്നെ അത് റൺ ചെയ്യാം. നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് മോഡൽ ഈക്വൽസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അഡാ ബൂസ്റ്റ് റിക്വസ്റ്റർ ആണ് കേട്ടോ. സോ അഡാ ബൂസ്റ്റ് റിഗ്രസർ ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. then അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ട്രെയിൻ സ്കോർ കോളൻ ഒരു സ്പേസ് ഇടുന്നുണ്ട്. കോമ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. സോ ട്രെയിനിങ് സ്കോർ നമുക്ക് അവിടെ കിട്ടും. സെയിം വേ നമുക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റ് സ്കോറും കൂടി വേണം. സോ നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ടെസ്റ്റ് സ്കോർ കൊടുക്കുന്നുണ്ട്. കോളൻ ഒരു സ്പേസ് ഇടുന്നുണ്ട്. കോമ കോട്ട്സിൻ്റെ ഉള്ളിലാണ് കോമ വന്നത്. കോട്ട്സിന് പുറത്തൊരു കോമ ഇടുന്നുണ്ട്. മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ എന്താണ് സ്കോർ വളരെ കുറവാണ് അല്ലേ. ബട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അഡാബൂസ് എന്ന് പറയുന്ന റിഗ്രസർ അഡാബൂസ് റിഗ്രസർ എന്ന് പറയുന്ന റിഗ്രഷൻ ഡാറ്റ സെറ്റിൽ യൂസ് ചെയ്യേണ്ട അൽഗോരിതം ആണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ വേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ടൈം നമുക്ക് വേറൊരു ഡാറ്റ സെറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ സെറ്റിൽ തന്നെ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് വേറൊരു ഫയലിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നോർമൽ വേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി. അഡാബൂസ്റ്റ് ക്ലാസിഫയറിൽ നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡേ. സോ ഇന്ന് നമ്മൾ സെയിം ഡാറ്റ സെറ്റ് തന്നെ യൂസ് ചെയ്തു എന്ന് മാത്രം. റിഗ്രസറിലും
ക്ലാസിഫയറും കൂടി ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ, 1 by 1 ആയിട്ട്. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത്രയൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ഡാറ്റ സെറ്റ് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. താങ്ക് യു മാം.